നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന രാജിവെക്കേണ്ടി വന്നതും അതിനുശേഷം അവിടെ അരങ്ങേറിയ കലാപമൊക്കെ നമുക്ക് അറിയാം, നമ്മൾ വാർത്തകളിലൂടെ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കലാപമായി മാറി. അത് പിന്നീട് ഹിന്ദു വംശഹത്യയിലേക്ക് തിരിഞ്ഞതുവരെ ഉള്ള കാര്യങ്ങൾ നമ്മൾക്കറിയാം. എന്നാൽ അതിനപ്പുറം ഇവിടെയുള്ള മാധ്യമങ്ങൾ വളരെ പൊതിഞ്ഞു പിടിച്ച് മാത്രമേ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാറുള്ളൂ. ഒരു യഥാർത്ഥ സത്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ള ഹിന്ദുക്കൾ, അവിടെ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കളാണുള്ളത്. പാകിസ്ഥാനിലുള്ളതിൽ കൂടുതൽ ഹിന്ദുക്കൾ ബംഗ്ലാദേശിലുണ്ട്. പക്ഷേ ആ ഹിന്ദുക്കളിൽ തന്നെ 90%, ഓർക്കുക 90% ദളിതരായിട്ടുള്ള ഹിന്ദുക്കൾ മാത്രമേ ഈ പാകിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഈ പാകിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഉള്ളൂ. ബാക്കി 10% OBCയോ അല്ലെങ്കിൽ അതിലും മുകളിലുള്ള വിഭാഗങ്ങളുള്ളത്. എങ്ങനെ ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യ വിഭജനത്തിന് ശേഷം, അതായത് നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി. ആ സമയത്ത് പാകിസ്ഥാനിൽ അകപ്പെട്ടു പോയ ഹിന്ദുക്കളിൽ OBC അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സവർണർ അവിടെ ജീവിക്കാനുള്ള പേടി കൊണ്ട് ഏറെ ആളുകൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. കുറേ പേർ അവിടെ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ മതം മാറി കാണും, കുറേ പേർ കൊല്ലപ്പെട്ട് കാണും. അപ്പോഴും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അപ്പോൾ എന്തുകൊണ്ട് ദളിതർ അവിടെ അവശേഷിച്ചു? അതിനൊരു കാരണമുണ്ട്. ദളിതരെ അവർ ശരിക്കും ചില പ്രത്യേക കാര്യങ്ങൾക്കായിട്ട് അവിടെ കാത്തു സൂക്ഷിക്കുകയാണ് ചെയ്തത്. കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പോറ്റി വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്കറിയുമോ, ഇന്ന് 2024 ബംഗ്ലാദേശിലെ ഈ 90% വരുന്ന ദളിതരിൽ 96% ആളുകൾക്കും അക്ഷരാഭ്യാസമില്ല. അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല, അവർക്ക് നല്ല സൗകര്യങ്ങൾ കൊടുത്തിട്ടില്ല. അവർ താമസിക്കുന്നത് കോളനി പോലുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നവരെ അവരെ പ്രത്യേക ജോലികൾക്ക് വേണ്ടിയിട്ടാണ് അവർ നിയോഗിക്കുന്നത്. പ്രത്യേക ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റുള്ളവർ ചെയ്യാത്ത ജോലി, തോട്ടിപ്പണി പോലുള്ളവ, അതുപോലെ ഓട വൃത്തിയാക്കുന്നത്, ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക തുടങ്ങിയ പണികളാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അവർക്ക് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ആധുനിക സൗകര്യമോ അവരുടെ മികച്ച വീടുകളോ മികച്ച പരിസ്ഥിതിയോ മികച്ച പരിസരം പോലും അവർക്ക് ലഭ്യമാക്കിയിട്ടില്ല. ഇതൊന്നും നാളിതുവരെയും ഒരു സംഘടനകളും വാർത്തയാക്കിയിട്ടുമില്ല, ഒരു വിവാദമാക്കിയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അവിടെ അതായത് 10 ഹിന്ദുക്കളുണ്ടെങ്കിൽ അത് 9 പേരും ദളിതരായിരിക്കുന്ന അവരുടെ നേരെയാണ് ഇപ്പോൾ ഈ വംശഹത്യ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതായത് അക്ഷരാർത്ഥത്തിൽ ദളിതരെയാണ് അവിടെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും ഇവിടെയുള്ള ദളിത് പ്രേമികളായിട്ടുള്ള മാധ്യമങ്ങൾ, സംഘടനകൾ, ഓരോ വ്യക്തികളായിട്ടുള്ള ആളുകൾ അവരൊന്നും എന്നൊരക്ഷരം മിണ്ടുന്നില്ല എന്നോർക്കുക. ഞാൻ പറയുന്നത് സംശയമുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കുന്ന കാര്യമാണ്. അവിടെ ബാക്കിയായ ഹിന്ദുക്കളിൽ ബഹുഭൂരിപക്ഷവും ദളിതരായിട്ടുള്ളവരാണ്. അവരെ അവർ ഇതുവരെ ഇങ്ങനെ തന്നെ നിർത്തിയിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിനുവേണ്ടി മാത്രം പരുവപ്പെടുത്തി ആ പാവങ്ങളെ അങ്ങനെയാക്കിയിരിക്കുന്നതാണ്. ഇതാ ഏറ്റവും ഒടുവിലായിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ ഞാൻ പറഞ്ഞ 10%-ഓളം മറ്റു ആളുകളുണ്ടെന്ന് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ, അതായത് ഈ കലാപത്തിൻ്റെ ഈ ആദ്യഘട്ടത്തിൽ അവരുടെ നേരെയായിരുന്നു ഇവർ തിരിഞ്ഞുകൊണ്ടിരുന്നത്. അവർക്കും മറ്റുമൊക്കെയാണ് കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത്. ആ ക്ഷേത്രങ്ങൾ തല്ലിത്തകർത്തു. കണ്ട ഹിന്ദുക്കളെയൊക്കെ അവർ കൊല ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു. കുറേ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നു. ഗത്യന്തരമില്ലാതെ മനോരമയ്ക്ക് പോലും 560 പേരോളം അവിടെ കൊല്ലപ്പെട്ട വാർത്ത കൊടുക്കേണ്ടി വരുന്നു. ഏറ്റവും ഒടുവിലായിട്ട് ജാതി നോക്കാതെ മതം നോക്കിക്കൊണ്ട് അവർ ദളിതരുടെ നേരെ ചെന്നു. പക്ഷേ ഇപ്പോൾ കളി മാറുകയാണ്. ഇപ്പോൾ അവർ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, പലസ്തീനിൽ നടക്കുന്ന പോലെ ആയുധങ്ങൾ വെച്ചിട്ടുള്ള, അതായത് തോക്കോ ബോംബോ ഒക്കെ വെച്ചിട്ടുള്ള അക്രമമല്ല ഈ ബംഗ്ലാദേശിൽ നടക്കുന്നത്. കൈ കിട്ടിയ സാധനം വെച്ച്, കൈ കിട്ടിയ കമ്പോ വടിയോ അല്ലെങ്കിൽ കത്തിയോ അതുപോലുള്ള സംഗതികൾ വെച്ചിട്ടുള്ള അക്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സംഗതികൾ ദളിതരുടെ കയ്യിലുമുണ്ട്. അവർ കൂട്ടമായി താമസിക്കുന്നവരാണ്. വിദ്യാഭ്യാസം ഇല്ല എന്നേ ഉള്ളൂ, സംഘബോധം അവർക്കുമുണ്ട്. അവൻ അധ്വാനിക്കുന്നവനാണ്, അവൻ നല്ല കരുത്തനാണ്. തീർച്ചയായിട്ടും അവൻ്റെ നേരെ ചെന്നാൽ അവൻ തിരിച്ചടിക്കും. ഇപ്പോൾ ഗത്യന്തരമില്ലാതെ അവർ കൂട്ടം കൂടിയിരിക്കുന്നു, അവർ തിരിച്ചടിക്കാനും തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് നടന്നുകൊണ്ടിരുന്നു. അതിനുവേണ്ടി മാത്രം ഇവരെ അവർ ബാക്കി വെച്ചിരുന്നു. പക്ഷേ ഒരു അവസരം വന്നപ്പോൾ, ഒരു കലാപം വന്നപ്പോൾ അവിടെ ജാതിയൊന്നും നോക്കാതെ മതം മാത്രം നോക്കി ജമാഅത്തെ ഇസ്ലാമി പോലുള്ള അവിടുത്തെ തീവ്രവാദ സംഘടനകൾ അവരെ കൂടെ തെരഞ്ഞു പിടിച്ച് കൊല്ലാൻ തുടങ്ങിയപ്പോൾ അവർ തിരിച്ചടിക്കുന്നു. ഓർക്കുക, ബംഗ്ലാദേശിലാണെങ്കിലും ശരി, പാകിസ്ഥാനിലാണെങ്കിലും ശരി, അവിടെ അവശേഷിക്കുന്ന ഹിന്ദുക്കളിൽ ബഹുഭൂരിപക്ഷവും 90%-ഓളവും ദളിതരാണ്. OBCയും അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സവർണറൊക്കെ പണ്ടേ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരികയോ അല്ലെങ്കിൽ
മതം മാറി അവിടെ തന്നെ മുസ്ലിം ആവുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇവരെ കൊല്ലാതെ ബാക്കി വെച്ചത് ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ജോലികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സർക്കാർ തലത്തിലും അതേപോലെ തന്നെ മറ്റ് സ്വകാര്യ തലത്തിലുമൊക്കെ ഇത്തരം ജോലികൾക്ക് വേണ്ടി മാത്രമാണ് ഇവരെ അവർ അവിടെ കാത്തുവെച്ചത്. ശരിക്കും എത്ര ക്രൂരമാണ് എന്ന് ഓർക്കുക. തൊട്ട അയൽ രാജ്യത്ത് ഇങ്ങനെ സംഗതി നടന്നിട്ടുണ്ടായിട്ടും ഇത്രയും കാലത്തിനിടയ്ക്ക് ഇവിടെയുള്ള ദളിത് പക്ഷ മാധ്യമങ്ങളോ അല്ലെങ്കിൽ സംഘടനകളോ പോലും തൊട്ട അയൽ രാജ്യത്ത് നടക്കുന്ന ഈ മനുഷ്യാവകാശ ലംഘനങ്ങളെപ്പറ്റി ഒരു ലേഖനം എഴുതുകയോ ഒരു പ്രസംഗം നടത്തുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം പുറത്തറിഞ്ഞപ്പോൾ മാത്രമാണ് ഒരുപക്ഷെ ഈ കേൾക്കുന്ന പലരും, നിങ്ങളിൽ പലരും അവിടെയുള്ള 100 ഹിന്ദുക്കളുണ്ടെങ്കിൽ അതിൽ 90 പേരും ദളിതരാണ് എന്ന സത്യം ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോഴായിരിക്കും തിരിച്ചറിയുക. അതാണ് സത്യം. സത്യത്തിൽ ഇങ്ങനൊരു അവസ്ഥയിൽ അവരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തേണ്ടവരാണ് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ. അവരൊന്നും മിണ്ടുന്നില്ല എന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം. ഇവിടെ ദളിത് പക്ഷം ചേർന്നുകൊണ്ട് ദളിതരെ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞ് കിടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഉണ്ടല്ലോ, അവിടുത്തെ ഇന്ത്യൻ പതിപ്പ്, അവർ പോലും മിണ്ടുന്നില്ല. ദളിതരെ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളെ എന്തിനാണ് ഇവർ ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്ന് നടിക്കുന്നത്? ഇത്തരം ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത്ര കാലവും വിദ്യാഭ്യാസം കൊടുക്കാതെ 96% ദളിതർക്ക് വിദ്യാഭ്യാസമില്ല, അക്ഷരാഭ്യാസമില്ലാതെ ഒരു കോളനിയിൽ ഒരു മൃഗതുല്യമായിട്ടുള്ള ജീവിതങ്ങൾ നയിച്ചുകൊണ്ടിരുന്ന, ഇത്തരം ജോലികൾ മാത്രം ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിരുന്ന അവരെ ഇതാ ഇപ്പോൾ ഒരു കലാപ അവസരം വന്നപ്പോൾ അവർ ആദ്യം മേൽത്തട്ടിലുള്ളവരെ തിരഞ്ഞുപിടിച്ച് കൊന്നു. അതിനുശേഷം ജാതി നോക്കാതെ മതം മാത്രം നോക്കിക്കൊണ്ട് ദളിതരുടെ നേരെ തിരിഞ്ഞു. പക്ഷേ അവൻ അധ്വാനിക്കുന്നവനാണ്. അവനെ ഒന്നടിച്ചാൽ അവൻ തിരിച്ച് രണ്ടായിട്ടടിക്കും. അതിപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ബംഗ്ലാദേശിൽ ഹിന്ദു ഇപ്പോൾ തിരിച്ചടിക്കുന്നു. ഹിന്ദു എന്ന് പറഞ്ഞാൽ അവിടെ അധ്വാനിക്കുന്ന ദളിതനാണ്, അവനാണ് തിരിച്ചടിച്ചിരിക്കുന്നത്. തിരിച്ചടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജിഹാദികൾക്ക് നോവും. അവർക്ക് നൊന്താൽ ഇതുവരെ ബംഗ്ലാദേശ് വാർത്തയൊന്നും കൊടുക്കാതിരുന്ന ഇവിടുത്തെ ചില മാധ്യമങ്ങൾക്കും നോവും. അപ്പോൾ ഇനി ഒരുപക്ഷെ നാളെ മുതൽ കേൾക്കാൻ പോകുന്ന വാർത്ത അവിടെ തിരിച്ചടി കിട്ടിയ അവിടുത്തെ സമാധാനക്കാരെ പറ്റിയുള്ള വാർത്തകളായിരിക്കും. വെയിറ്റ് ആൻഡ് സീ.